ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴാണ് അന്തരീക്ഷ ഘടനയിൽ മാറ്റം വരുന്നത്? 100 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴാണ് അന്തരീക്ഷ ഘടനയിൽ മാറ്റം വരുന്നത്. ഹോമോസ്ഫിയറിനും ഹെട്രോസ്ഫിയറിനും ഇടയിലുള്ള മേഖല ടർബോ പാസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഹോമോസ്ഫിയറിനും ഹെട്രോസ്ഫിയറിനും ഇടയിലുള്ള മേഖല ടർബോപോസ്. ഊഷ്മാവിൻ്റെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ പാളിയായ ഹോമോസ്ഫിയറിനെ എത്ര വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 പാളികളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയേണ്ടത്? ഊഷ്മാവിൻ്റെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഊഷ്മാവിൻ്റെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയറും അയണോസ്ഫിയറും എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയറും അയണോസ്ഫിയറും എക്സോസ്ഫിയർ. ഇങ്ങനെയാണ് 5ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇനി 1000 കിലോമീറ്ററുകൾക്കപ്പുറം ഏതൊക്കെ വാതകങ്ങളാണ് ധാരാളമായിട്ട് കണ്ടുവരുന്നത്? ഹൈഡ്രജനും ഹീലിയവുമാണ് ധാരാളമായി കണ്ടുവരുന്നത്. എത്ര കിലോമീറ്റർ വരെയാണ് നൈട്രജൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? 500 കിലോമീറ്റർ വരെയാണ് നൈട്രജൻ മാക്സിമം ഉള്ളത്. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ വരെയാണ് മാക്സിമം റേഞ്ച് നൈട്രജൻ കാണപ്പെടുന്നത്? 500 കിലോമീറ്റർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ കൂടുതൽ ഉയരമുള്ള അന്തരീക്ഷ മേഖലയ്ക്ക് പറയുന്ന പേരാണ് ഹെട്രോസ്ഫിയർ. ഹെട്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്ററിന് മുകളിലായിട്ടാണ് വരുന്നത്. ഇനി ട്രോപ്പോസ്ഫിയറിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് സംയോജന മേഖല എന്നാണ്. സംയോജന മേഖല ട്രോപ്പോസ്ഫിയറിൻ്റെ അർത്ഥം. ഈ ട്രോപ്പോസ്ഫിയർ ചൂട് പിടിക്കുന്നത് വായുവിൻ്റെ ഏത് പ്രക്രിയ വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംവഹന പ്രക്രിയ വഴിയാണ് ട്രോപ്പോസ്ഫിയർ ചൂട് പിടിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം എത്രയാണ്? 18 മുതൽ 20 കിലോമീറ്റർ വരെയാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 18 മുതൽ 20 കിലോമീറ്റർ വരെയാണ്. 18 മുതൽ 20 കിലോമീറ്റർ വരെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രോപ്പോസ്ഫിയറിൻ്റെ. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ജലബാഷ്പത്തിൻ്റെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറാണ്. ജലബാഷ്പം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ വേണം പറയാൻ വേണ്ടിയിട്ടാണ്. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം എന്ന് പറഞ്ഞത് എത്ര കിലോമീറ്റർ ആണ്? 7 കിലോമീറ്റർ ആണ് ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം. ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 മുതൽ 20 കിലോമീറ്റർ വരെയും ധ്രുവപ്രദേശങ്ങളിൽ എത്ര വരെ കാണപ്പെടുന്നുണ്ട്? 7 കിലോമീറ്റർ വരെയാണ് കാണപ്പെടുന്നത്. ഇനി ഭൂമിയോട് അടുത്ത ട്രോപ്പോസ്ഫിയറിൻ്റെ ഭാഗത്ത് ചൂട് അനുഭവപ്പെടാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആഗിരണം ചെയ്തിരിക്കുന്ന താപോർജ്ജം ചാലനം, സംവഹനം എന്നീ പ്രക്രിയകൾ വഴി ട്രോപ്പോസ്ഫിയറിൻ്റെ എല്ലാ ഭാഗത്തും പ്രസരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആഗിരണം ചെയ്ത താപോർജ്ജം ചാലനം, സംവഹനം എന്നീ പ്രക്രിയകൾ വഴി ട്രോപ്പോസ്ഫിയറിൻ്റെ എല്ലാ ഭാഗത്തും പ്രസരിക്കപ്പെടുന്നുണ്ട്. പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് താഴ്വരകളേക്കാൾ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും താപനില കുറയുന്നുണ്ട്. ആ ടെമ്പറേച്ചർ വേരിയേഷൻ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള താപനില എത്രയാണ്? -60 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് താഴ്വരകളേക്കാൾ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം ട്രോപ്പോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും താപനില കുറയുന്നതാണ്. എത്രയാണ് ടെമ്പറേച്ചർ? -60 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉയരം കൂടുന്നതനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഊഷ്മാവിൻ്റെ കുറവിന് പറയുന്ന പേരാണ് എൻവയോൺമെൻറ്റ് ലാപ്സ് നിരക്ക് എന്നാണ്. എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് ELR ആണ്. അപ്പോൾ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഊഷ്മാവിൻ്റെ കുറവിന് പറയുന്ന പേരാണ് ELR എന്നാണ് പറഞ്ഞത്. ഇനി ഇത് പ്രകാരം ഓരോ കിലോമീറ്റർ മുകളിലേക്ക് പോകുന്തോറും ശരാശരി എത്ര നിരക്ക് താപനിലയിൽ കുറയുന്നു? 6.5 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട്. 6.5 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? ഓരോ കിലോമീറ്റർ മുകളിലേക്ക് പോകുന്തോറും 6.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയുന്നുണ്ട് താപനില. ഇനി ഇത് പോസിറ്റീവ് സംഖ്യയിൽ നിന്നും നെഗറ്റീവ് സംഖ്യയിലേക്ക് മാറുന്ന ഒരു മേഖലയാണ് ട്രോപ്പോപോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ട്രോപ്പോപാസ് അല്ലെങ്കിൽ ട്രോപ്പോപോസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ്? പോസിറ്റീവ് സംഖ്യയിൽ നിന്നും ടെമ്പറേച്ചർ മൈനസിലേക്ക് മാറുന്ന ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു മേഖലയ്ക്ക് പറയുന്ന പേരാണ് ട്രോപ്പോപോസ്. ഇപ്പം അന്തരീക്ഷ പിണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന മേഖല ഈ ട്രോപ്പോസ്ഫിയർ തന്നെയാണ്.
ട്രോപ്പോസ്ഫിയറിലെ ജലബാഷ്പത്തിൻ്റെ എത്ര ശതമാനം? 99%. ഇനി അന്തരീക്ഷ വാതകങ്ങൾ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 75%. ജലബാഷ്പം എത്ര ശതമാനം? 99%. അന്തരീക്ഷ വാതകങ്ങൾ എത്ര ശതമാനം? 75%. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അടുത്ത മേഖലയാണ്. കാലാവസ്ഥയേക്കാൾ കൂടുതൽ തീവ്രമായ അവസ്ഥയാണ് ദിനാവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിനാവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ അതായത് ഏതു മേഖലയിലെ നിത്യേനയുള്ള മാറ്റങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ദിനാവസ്ഥ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിലെ ദിവസവുമുള്ള മാറ്റങ്ങളെ വിളിക്കുന്നതാണ് ദിനാവസ്ഥ എന്ന് പറയുന്നത്. കാലാവസ്ഥയാണോ അതോ ദിനാവസ്ഥയാണോ കൂടുതൽ തീവ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിനാവസ്ഥ എന്ന് പറയണം. വലിയ കാലയളവിലുള്ള മാറ്റത്തിൻ്റെ ശരാശരി അവസ്ഥയാണ്. അപ്പോൾ അതൊരു ശരാശരി, ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്ന പേരാണ് കാലാവസ്ഥ. ഒരു ലോങ് ടൈം ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അങ്ങനെ എടുക്കുവാണെങ്കിലാണ് കാലാവസ്ഥ. ദിനാവസ്ഥയാണെങ്കിൽ അന്നന്നത്തെ പ്രത്യേകത. ഇപ്പോൾ ദിനാവസ്ഥയാണോ കാലാവസ്ഥയാണോ ഏറ്റവും കൂടുതൽ തീവ്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിനാവസ്ഥയാണ്. മറ്റേതെടുക്കുമ്പോൾ നമ്മൾ ആവറേജ് ആണ് എടുക്കുന്നത്. ഇനി ഏതു മേഖലയിലുള്ള അത് നമ്മൾ പറഞ്ഞു. എവറസ്റ്റ് കൊടുമുടി ട്രോപ്പോസ്ഫിയറിൻ്റെ ഏകദേശം എത്ര മാത്രമേ ഉള്ളൂ? പകുതി വരെ മാത്രമേ ഉയർന്നു കാണപ്പെടുന്നുള്ളൂ. ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ പകുതി വരെ മാത്രമേ ഉള്ളൂ എവറസ്റ്റ് കൊടുമുടി എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ എത്ര കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 മുതൽ 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. 45 മുതൽ 50 കിലോമീറ്റർ വരെയാണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിലെ താഴ്ന്ന ഭാഗങ്ങളുടെ താപനില എന്ന് പറഞ്ഞത് നമ്മൾ മുമ്പേ പറഞ്ഞ ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്രയാണ്? -60. അത് തന്നെയാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിലെ താപനില, -60 ഡിഗ്രി സെൽഷ്യസ്. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ മേഘങ്ങൾ കാണപ്പെടാതിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരണ്ട വായുവും ഉയർന്ന ഊഷ്മാവുമാണ്. വരണ്ട വായുവും ഉയർന്ന ഊഷ്മാവും ഈ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ. ഇനി കുറച്ച് പോർഷൻസ് മേപ്പോട്ട് ചെല്ലുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്? കുറച്ച് മേഘങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മേഘങ്ങൾക്ക് പറയുന്ന പേരാണ് ഏത്? നാക്രിയസ് മേഘങ്ങൾ എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. സ്ട്രാറ്റോസ്ഫിയർ മേഘങ്ങൾ കാണപ്പെടാതിരിക്കാൻ, നോർമലി അവിടെ എന്ത് കാണപ്പെടുന്നില്ല? മേഘങ്ങൾ കാണപ്പെടുന്നില്ല. അതിന് കാരണം അവിടെ വരണ്ട വായുവായിരിക്കും. ഉയർന്ന ഊഷ്മാവ് മൂലമാണ് മേഘങ്ങൾ കാണപ്പെടാതിരിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഹൈറ്റ് ഡിഫറൻസ് വരുന്ന സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്? അവിടെ നാക്രിയസ് എന്ന് പറയുന്ന മേഘങ്ങൾ കാണപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അപ്പോൾ ഇതെല്ലാം വൈകിട്ടത്തേക്ക് പഠിച്ചു വെച്ചിരിക്കുക. താങ്ക്